നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ അതിഥി ബാലരാമപുരം റസൽപുരം എന്ന സ്ഥലത്തെ ഒരു സാധാരണ ആയുർവേദ കുടുംബത്തിൽ നിന്നും ചലച്ചിത്ര രംഗത്തേക്ക് സംവിധായകനായി ഉയർന്നു വന്ന ചെറുപ്പക്കാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമസ്കാരം സുദർശൻ. നമസ്കാരം. സുദർശൻ, താങ്കൾ ഇപ്പോൾ ഒരു സംവിധായകനാണ്, അതായത് സിനിമ സംവിധായകൻ. ഈ സിനിമാ സംവിധാന രംഗത്തേക്ക് എത്തിപ്പെടുന്നതിന് മുൻപുള്ള താങ്കളുടെ ഒരു അനുഭവം എന്തായിരുന്നു എന്ന് പറയാമോ? ഈ കൊച്ചുനാളില് സിനിമ കാണുക, സിനിമ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ പോയും അല്ലെങ്കിൽ ചാനലിൽ വരുന്ന സമയത്തും സിനിമയോട് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിൽ എത്തിപ്പെടാൻ സാധിച്ചത്. ആദ്യം ഷോർട്ട് ഫിലിമിൽ അതിലൂടെയൊക്കെ ആയിരുന്നു. ഷോർട്ട് ഫിലിമുകൾ പിന്നെ തിരക്കഥ എഴുതുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏകദേശം ഒരു 10-15ഓളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അതിൽ 10ഓളം ഷോർട്ട് ഫിലിമുകൾ തിരക്കഥ എഴുതി. പിന്നെ ഒരു 5 ഷോർട്ട് ഫിലിമുകൾ സംവിധാനം ചെയ്തു. പിന്നെ ഈ കൊറോണ സമയത്ത് ഒരു OTTക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ട് മൂവി 1.5 മണിക്കൂറുള്ള അങ്ങനെ ഒരു കുഞ്ഞു സിനിമ ചെയ്തു. ഇപ്പം തിയേറ്ററിലേക്ക് എത്തുന്ന പിന്നെ രണ്ടാമത്തെ സിനിമ എന്ന് തന്നെ പറയാം. പക്ഷെ തിയേറ്ററിൽ എത്തുന്ന ആദ്യത്തെ സിനിമയാണ് ക്രിസ്റ്റീന. ഈ ക്രിസ്റ്റീന എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ പേര് കേൾക്കുമ്പോൾ അതൊരു ക്രിസ്ത്യൻ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു. അപ്പൊ അത് എന്താണ് ആ പേരും ഈ കഥയുമായിട്ടുള്ള ബന്ധം? അല്ല, സിനിമ ഒരു ക്രിസ്ത്യൻ സബ്ജക്റ്റ് അല്ല. അതിനകത്ത് വന്ന ക്രിസ്റ്റീന എന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അതിനകത്തൊരു മെയിൻ കഥാപാത്രം ചെയ്യുന്ന നായികയുടെ പേരാണ് ക്രിസ്റ്റീന. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ക്രിസ്റ്റീന എന്ന് പേരിടാനുണ്ടായതാണ്. അല്ലാതെ ഒരു ക്രിസ്ത്യൻ ഇതിനെ കുറിച്ച് പറയുന്ന സിനിമയല്ല. എത്ര കാലമായി ഈ ഫീൽഡിൽ, അതായത് ഷോർട്ട് ഫിലിം രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? അങ്ങനെ പറയുകയാണെങ്കിൽ സീരിയൽ രംഗത്ത് മുതലായിരുന്നു തുടക്കം. അതൊരു ഏകദേശം 20 വർഷത്തോളമായി എന്ന് തന്നെ പറയാം. KK രാജീവ് സംവിധാനം ചെയ്ത പൊരുത്തം പെയ്തൊഴിയാതെ ആ സീരിയലുകളിൽ എൻ്റെ അടുത്ത സുഹൃത്തായ ഉണ്ണി റസൽപുരം, അദ്ദേഹം ആർട്ട് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം ഒരു 20 വയസ്സ് മുതൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു. അപ്പൊ അതില് ആർട്ടിന്റെ കൂടെ നിന്നും പിന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് മേക്കപ്പും അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനോ അങ്ങനെ നിന്നു. പിന്നെ അതിലും കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ വീണ്ടും പഠനവും ജോലിയുടെ കാര്യങ്ങളുമായിട്ടൊക്കെ പോയി. പിന്നെ വിവാഹം കഴിഞ്ഞെങ്കിൽ നമ്മുടെ മനസ്സിൽ സിനിമ എന്നുള്ളൊരു മോഹം അങ്ങനെ നിലനിൽക്കുന്നു. അങ്ങനെ ഈ എന്റെ നാടായ റസൽപുരം സ്കൂള്, ഞാൻ പഠിച്ച സ്കൂളാണ്. ആ സ്കൂള് 100 വർഷം പൂർത്തിയായി. ആ 100 വർഷം പൂർത്തിയായപ്പോൾ സ്കൂളിന്റെ ചരിത്രം പറയുന്ന എങ്ങനെ റസൽപുരം ഞാറക്കാട് എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ പേര്. അപ്പം റസൽ സാഹിബ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ ഒരു വലിയ സ്കൂള് തുടങ്ങുകയൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം എങ്ങനെ ഈ ഞാറക്കാട് റസൽപുരമായി മാറിയതിനെ കുറിച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് ഇതിന്റെ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു. 100 വർഷം സ്കൂളിന് പൂർത്തിയാകുമ്പോൾ അങ്ങനെ ഒരു പൈതൃകം എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന്. അങ്ങനെ ആ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയിൽ ഞാനും ഭാഗമായി. അങ്ങനെ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്ന് ഒരു പൈതൃകം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചു. ഞാനും എൻ്റെ വൈഫും അഭിനയിച്ചു. അപ്പൊ അത് ഡയറക്റ്റ് ചെയ്തത് ആ സ്കൂളിലെ തന്നെ ഒരു സ്റ്റാഫായിരുന്നു. അത് പിന്നെ നിരവധി പുരസ്കാരങ്ങളും ഒക്കെ കിട്ടിയപ്പോൾ വീണ്ടും പ്രചോദനമായി. വീണ്ടും പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാഫിന് അദ്ദേഹം ട്രാഫിക് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടൊരു ഇന്ത്യൻസിനെയൊക്കെ വെച്ചിട്ട് ചാർന്നള വെച്ചിട്ടൊരു പിന്നെ സന്ദേശ ചിത്രം ചെയ്തു. അപ്പൊ അതിലും അഭിനയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതും കുറച്ച് തിയേറ്ററിലൊക്കെ റിലീസ് ചെയ്തു. പിന്നെ അങ്ങനെ വീണ്ടും ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തു. അപ്പൊ ആ മേഖലയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും സിനിമ ചെയ്യണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ തിരക്കഥയൊക്കെ എഴുതി വെച്ചു.
പലരെയും പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ബഡ്ജറ്റാണല്ലോ ഏറ്റവും ഒരു പ്രൊഡ്യൂസർ വരികയും എന്നൊരു പ്രതീക്ഷയിലേക്ക് മുന്നോട്ട് പോയി. ഇപ്പോഴത്തെ പടം തിയേറ്ററിൽ എത്തി നിൽക്കുകയാണ്. അപ്പോ താങ്കൾക്ക് ഷോർട്ട് ഫിലിംസിനൊക്കെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ ഷോർട്ട് ഫിലിംസിനായിരുന്നു? ഒന്ന്, ഞാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത, അതിൽ മികച്ച സംവിധാനമുള്ള സ്നാക്സ് എന്ന 1 മിനിറ്റ് ദൈർഘ്യമുള്ള, നമ്മള് സ്വയം ശുചിത്വം പാലിക്കുകയും ഒപ്പം നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം വൃത്തിയോടുകൂടി നമ്മൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നൊരു ചിന്ത എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പൊ ആ ഒരു അവബോധം കുറച്ചുകൂടെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നുള്ള രീതിയിലേക്ക് സ്നാക്സ് എന്ന് പറഞ്ഞ 1 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. പിന്നെ ഈ കൊറോണ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പൊ അന്ന് അധ്യാപകർ വളരെ ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് മൊബൈൽ വഴി ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു. ആ സമയത്തും ശരി എന്നൊരു ഷോർട്ട് ഫിലിം, അതും ഒരു ഐഫോണിൽ വെച്ചിട്ടാണ് ചെയ്തത്. അതിനും 1-2 അവാർഡുകൾ കാര്യങ്ങൾ കിട്ടിയിരുന്നു. പിന്നെ 1-2 തിരക്കഥ എഴുതിയ ഇതായിരുന്നു. അതും പിന്നെ ഒത്തിരി പല പുരസ്കാരങ്ങളും അതിന് കിട്ടി. ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലും സൗത്ത് ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലും ഒക്കെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടി. പിന്നെ എന്റെ സുഹൃത്ത് ജിഷ്ണു ദേവ് സംവിധാനം ചെയ്ത അത് 1.5 മണിക്കൂറുള്ള എന്ന് സാക്ഷാൽ ദൈവം എന്ന സിനിമയാണ്. 16 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്തു. അതിൽ ഞാൻ അഭിനയിച്ചു. അപ്പൊ അതിന് URF വേൾഡ് റെക്കോർഡ് അത് കിട്ടി. പിന്നെ മറ്റൊരു സുഹൃത്ത് ശരൺ സംവിധാനം ചെയ്ത, അതും വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അത് വന്നിട്ട് കലാംസ് വേൾഡ് റെക്കോർഡ് അതും കിട്ടി. അങ്ങനെ അഭിനയ രംഗത്തും പിന്നെ സംവിധാന രംഗത്തും തിരക്കഥയ്ക്കൊക്കെ നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. സുദർശൻ ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഷോർട്ട് ഫിലിം നിർമ്മാണ രംഗത്തും സംവിധാന രംഗത്തും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് രചന രംഗത്തും ഒക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചിത്ര സുദർശൻ, അവരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചിത്ര 24 മറ്റൊക്കെ എന്തൊക്കെ പ്രോഗ്രാംസ് ചെയ്തിട്ടില്ലേ? അതായത് ഫ്ലവേഴ്സ് ചാനലില്, പിന്നെ അതുപോലെ മഴവിൽ മനോരമ അവരുടെ ഒരു ചിരി ഇരുചിരി ഒന്നൊരു ഇത് ഐറ്റം വേറെ ഫ്ലവേഴ്സിൽ, അങ്ങനെ അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഷോർട്ട് ഫിലിമുകളിലും എന്റെ പേരായിട്ടും അല്ലാതെ ഇപ്പം 2 സിനിമകൾ ഇനിയിപ്പോ റിലീസാകാൻ പോകുന്നു. ഈ ക്രിസ്റ്റീന എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വേറെ 2 സിനിമകൾ ഇനി തിയേറ്റർ റിലീസാകാൻ പോകുന്നു ഷോർട്ട് ഫിലിമുകൾ. പിന്നെ എഴുത്തുണ്ട്. ഡിവോഴ്സൽ സോങ്ങുകളാണ് കൂടുതൽ എഴുതുന്നത്. അതെ അതെ അതെ, ഒരുപാട് തൊട്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം യൂട്യൂബിലുണ്ട്. ഈ ക്രിസ്റ്റീനെ കുറിച്ച് പൊതുജനത്തിനോട് എന്തെങ്കിലും പറയാനുണ്ട്? ഒരു കഥയെ കുറിച്ച് ഒരു ചെറിയ. ക്രിസ്റ്റീന എന്ന് പറയുന്നത് ഒരു ത്രില്ലർ സബ്ജക്റ്റാണ്. ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ഗ്രാമപ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ, ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ആ കഥ പോകുന്നത്. അവിടെ നടക്കുന്ന ഒരു സംഭവം, അവിടെ അലക്ഷ്യമായി ജീവിക്കുന്ന ഒരു 4 ചെറുപ്പക്കാർ, അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നത്, അതുമൂലം ആ ഗ്രാമപ്രദേശത്തുണ്ടാകുന്ന സംഭവങ്ങളാണ് സിനിമയ്ക്കകത്ത് കടന്നു പോകുന്നത്. വളരെ ലളിതമായ രീതിയിലാണ് ആ ത്രില്ലർ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മകനുണ്ടല്ലോ, അതായത് എന്ത് ചെയ്യുന്നു? 9ാം ക്ലാസ്സിലാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പേരെന്താണ്? പതഞ്ജലി. പതഞ്ജലി. പതഞ്ജലി എന്താണ് പതഞ്ജലി പേരിട്ട്? അത് ശരിക്കും ഞാൻ ആയുർവേദ തെറാപ്പിസ്റ്റും ആയുർവേദ ഫാമിലിയും കുടുംബവും അച്ഛനും അമ്മയൊക്കെ അതാണ്. അപ്പൊ അത് പഠിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ സിദ്ധവൈദ്യവും ഇതൊക്കെയാണ്. അപ്പൊ ആയുർവേദത്തിനോട് പ്രത്യേക ഒരു താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്. പേര് അങ്ങനെ പതഞ്ജലി. ക്രിസ്റ്റീന റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കലാകാരന്മാർ
നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടതാണ്. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ട്രിവാൻഡ്രം ന്യൂസ് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും സമയം നമുക്ക് വേണ്ടി താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ ഏറെ നന്ദി. എല്ലാവിധ വിജയാശംസകളും നേരുന്നു.